ചോദിച്ച കാരണം മണികണ്ഠൻ ചോദിച്ച കാരണം വിജയന് പ്രയോജനപ്പെട്ടെന്നാണോ ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും എത്തിയില്ലല്ലേ? ഇവിടെ എത്തിക്കട്ടെ, വിളിക്കണ്ട. വിളിക്കാൻ പോയാൽ പിന്നെ തന്നോട് അവർ വല്ല കടം ചോദിക്കുകയോ വല്ലതൊക്കെ ചെയ്താൽ കൊടുക്കണ്ടേ? നമ്മൾ തുടങ്ങുമ്പോൾ അറിഞ്ഞോളൂ. അതെ, കൊടുത്തുവല്ലേ എടുത്തു തുടങ്ങിയില്ല. വിഴാല് കഴിഞ്ഞില്ലേ? എടുത്തു പോവാം. ദശപുഷ്പങ്ങളാണ് പ്രായണ ഉപയോഗിക്കുന്നത്. ഇലകളിൽ ഇലക്കറികൾ കഴിക്കാൻ പറയുന്ന കൊടിത്തുവ ഇതല്ല. അത് കൊടുത്ത എന്ന് പറയുന്ന ആനച്ചൊറിയണമാണ്. ആനച്ചൊറിയണം എന്ന് പറയുന്ന ചെടിയായിട്ട് നിൽക്കുന്ന ഒരെണ്ണമുണ്ട്, വള്ളിയായിട്ടുള്ളതല്ല. ഇത് വള്ളിയാണ്. ആനച്ചൊറിയണം എന്ന് പറയുന്നതിൻ്റെ ഇലയാണ് ആ ചെടിയായിട്ട് നിൽക്കുന്നത്. ഒരു കതിർപ്പായിട്ട് വെള്ളപ്പൂവുള്ള, വെള്ളയല്ല, ഒരു ഇളം മഞ്ഞ കളറുള്ള പൂവുള്ള ഒരു ചെടിയാണ്. അതിന് ആനച്ചൊറിയണം എന്നാണ് പറയുക. അതിൻ്റെ ഇലയാണ് അല്പം വെളിച്ചെണ്ണ ചേർത്ത് തിരുമ്മി ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെച്ച് കൂട്ടാൻ. അത് വയറിന് നല്ലതാണ്. അത് കൊടുത്ത എന്ന് പറയും. ഇത് കൊടുത്തൂവ എന്ന് പറയുന്ന തൂവ, ഇത് മറ്റേനേക്കാൾ ചൊറിച്ചിലുള്ളതാണ്. ഇത് വള്ളിയാണ്. അതിന് ചുവന്ന തണ്ടാണ്. ആനത്തൂവ എന്ന് പറയും. തൂവ, ചെറുതണം എല്ലാം ഒരേ ഭാഷ തന്നെ. അത് ബുഷായിട്ട് വരും. അതിൻ്റെ ഉപ്പേരി നല്ലതാണ്, വളരെ നല്ലതാണ്. വയറിന് ഏറ്റവും നല്ലതാണ്. ഇത് വള്ളിച്ചെടിയാണ്. ഇതിന് ചൊറിച്ചിൽ വളരെ കൂടുതലാണ്. സാധാരണ മഴക്കാലത്തെ ആ ചെടിയുള്ളൂ, അതുകൊണ്ട് എല്ലാ സീസണിലും ഉണ്ടാവില്ല. വള്ളി കൊടുത്തുവേ ഉപയോഗിക്കാം, പക്ഷെ വലിയ ചൊറിച്ചിലാണ് ആ സാധനം. പറിച്ച് ശരിപ്പെടുത്തി എടുക്കാൻ തന്നെ വലിയ പാടാണ്. വിഴാലരിയുടെ കായ. വിഴാലരി എന്ന് പറയുന്നത് അതിൻ്റെ കായയുടെ പരിപ്പിനാണ് പറയുന്നത് വിഴാലരി. ശുദ്ധി ചെയ്യേണ്ട കാര്യം വരുന്നില്ല. വിഴാലരി ശുദ്ധി ചെയ്താൽ നല്ലതാണ്. വിഴാലരി എന്ന് പറയുന്നത് വിഴാലം ചെടിയിൽ ഉണ്ടാകുന്ന അതിൻ്റെ പരിപ്പാണ്. ആ കായയുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. നാട്ടിലൊക്കെ വേലിക്ക് പത്തലായിട്ട് കാണാം പലയിടം. വടക്കൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ ഔഷധ ചെടികൾ ഇപ്പം ഇല്ല.
കായുണ്ടാവും, കുറച്ചാകുമ്പോൾ കായുണ്ടാവും. അതിൽ തെക്കൻ കേരളത്തിൽ ഔഷധ സസ്യങ്ങൾ നന്നായി കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ പുതിയ തലമുറയിൽ സ്കൂൾ കുട്ടികൾ ചില സ്കൂളുകളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് പുതുതായിട്ട്. ആ ഇൻട്രസ്റ്റൊക്കെ പുനരുജ്ജീവിച്ചു വരുന്നുണ്ട്. കുട്ടികളിൽ അങ്ങനൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എല്ലാവരും വിചാരിക്കാം തുടങ്ങാം. കൊടിത്തൂവ, ദുരാലഭ, ഫാഗോണിയ ക്രെറ്റിക്കാലിൻ, ഫാഗോണിയ FAGONIA, ഫാഗോണിയ, ക്രെറ്റിക്ക CRETICA, ക്രെറ്റിക്കാലിൻ. അതതിൻ്റെ ആ ബൊട്ടാണിക്കൽ നെയിമിൽ വരുന്നതാണ്. അവര് പറയാറില്ല പൊതുവെ, അവരത് പൊതുവെ എടുത്ത് കളഞ്ഞിട്ടാണ് പറയാൻ, അതുകൊണ്ട് വരുന്നതാണ്. പിന്നെ വേറൊരു പേരുണ്ട്, അത് ട്രാജിയ ഇൻവോൾക്രാറ്റാലിൻ. ട്രാജിയ TRAGIA INVOLUCRATA, ഇൻവോൾക്രാറ്റാലിൻ LIN. ഏരണ്ട കുലത്തിലാണ് പെടുന്നത്. ഇതിൻ്റെ കുലം ഏരണ്ട കുലം. ഫാമിലി യൂഫോർബിയേസിയെ. യൂഫോർബിയേസിയെ EUPHORBIACEAE. ഇതിൻ്റെ രസം കടു, എരിവ്. കടു, തിക്തം, മധുരം, കഷായം, ഇത്രയും രസമുണ്ടായി. കടു, തിക്ത, മധുര, കഷായം. ഇതിൻ്റെ ഗുണം ലഘു, സ്നിഗ്ധം. ശീതവീര്യമാണ്, വീര്യം ശീതം. അതുകൊണ്ട് പൈൽസിനൊക്കെ വളരെ ഉത്തമമാണ്. ഇതിൻ്റെ വേര് കഞ്ഞി വെച്ച് കുടിച്ചാൽ പൈൽസ് പോകും. കുറച്ച് ദിവസം കഴിക്കണം. ഇതിൻ്റെ വേര് വെള്ളം ചേർത്തരച്ച് കഴിക്കും, അതിനൊക്കെ നല്ലതാണ്. വിഭാഗം കടു. കൊടിത്തൂവ ചവർത്തുള്ളു, ജ്വരാതിസാര ശോഭജിത്ത്. ജ്വരാതിസാര ശോഭജിത്ത്. ദീപനം പാചനം വല്യം. വല്യം ബലമുണ്ടാക്കുന്നു. സ്തംഭനം കഫ പിത്ത ജിത്ത്. സ്തംഭനം കഫ പിത്ത ജിത്ത്. രക്തമൊക്കെ വല്ലാതെ ഒഴുകുകയാണെങ്കിൽ രക്തത്തെ സ്തംഭിപ്പിക്കുവാൻ വളരെ നല്ലതാണ്. വലിയ മുറിവൊക്കെ വരുമ്പോൾ ഇതിൻ്റെ വേറെ രക്തം കൊടുത്താൽ രക്തം അവിടെ നിൽക്കും.
ഇത് സ്റ്റാഫിലോകോക്കസിന് നല്ല ഔഷധമാണ്. കഫത്തെയും പിത്തത്തെയും ജയിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ ഒതുക്കും. ശോഭം എന്ന് പറഞ്ഞാൽ നീര്. ശോഭം തിരുവിതാംകൂറിലെ ഫ. അങ്ങനൊരു ഉച്ചാരണം ഭാഷയിലില്ല. എന്നാലും തിരുവിതാംകൂറുകാരായതുകൊണ്ട് ഫ എന്ന് പറയാം. അരച്ചിട്ടാലും പോവും, കഴിച്ചാലും പോവും. ഇലയ്ക്കും ആ പവറുണ്ട്, തണ്ടിനുമുണ്ട്. ഇല്ല, അരച്ചു കഴിയുമ്പോൾ ചൊറിച്ചിൽ പോവും. അരയ്ക്കുന്നവരെയൊക്കെയുള്ള ചൊറിച്ചിലേ ഉള്ളൂ. അരച്ച് കാലിൻ്റെ തള്ളവരലൊക്കെ ഇടുമ്പോൾ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് മുട്ടിയാലാണ് അതിലൊരു അത് മുട്ടുമ്പോഴേ ഉള്ളൂ. അത് കുത്തിക്കയറും. പിന്നെയാണ് ഇരുന്ന് അലർജി ഉണ്ടാക്കുന്നത്, ചൊറിച്ചിലുണ്ടാക്കുന്നത്. കൊടുത്താൽ ബ്ലഡ് അപ്പം നിൽക്കും. സ്തംഭനമാണ് അതിൻ്റെ ഗുണം. തൂവ കൊണ്ട് വരുന്ന ചൊറിച്ചിലിന് തുമ്പ കൊണ്ട് സമാധാനം ലഭിക്കുമെന്നാണ്. അരച്ചിടുക, കുടിക്കുക, അതുകൊണ്ട് തല്ലുക. പക്ഷികളൊക്കെ ഒരു തുമ്പ പറിച്ചിട്ട് തല്ലിയാൽ മാറ്റം വരും. ചാണകം തേച്ചാലും മാറ്റം. അടുത്തത് 22 അല്ലേ? അരയാൽ. പിപ്പല. ഫൈക്കസ് റിലീജിയോസാലി. മൊറേസിയ ഫാമിലി. ഫൈക്കസ് റിലീജിയോസാലി മൊറേസിയ ഫാമിലി. വടകുലം. അതിൻ്റെ രസം കഷായം, മധുരം. ഗുണം ഗുരു രൂക്ഷം. വീര്യം ശീലം. വിഭാഗം കടു. അടുത്തത് മേൻതോന്നി 23. ഗുണപാഠമില്ല. ചിലതിന് ഗുണപാഠ പുസ്തകത്തിൽ റെഫറൻസ് ഇല്ല. മറ്റ് ഗ്രന്ഥങ്ങളിലുണ്ട്, അതിങ്ങനെ എടുത്തില്ലായിരുന്നു. അതാണ് അടുത്തത് മുതൽ എടുത്തു തരാമെന്ന് പറഞ്ഞു. അതിൽ ഈ ചെടികളൊക്കെ വീണ്ടും ആവർത്തിച്ചേക്കും. കാരണം ഒരേ സസ്യം തന്നെ
മിക്കവാറും എല്ലാ വൈറസുകളെയും ശമിപ്പിക്കുന്നവയുണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ സെപ്പറേറ്റായിട്ട് പഠിക്കുമ്പോൾ അവയെ സെലക്ട് ചെയ്ത് പഠിച്ചാൽ അവ കൊടുത്താൽ മതിയാവും, എല്ലാത്തിനും നല്ലതായി. അങ്ങനെ കോമൺ ആയിട്ടുള്ളവയുണ്ട്. സസ്യങ്ങളുടെ ഒരു യഥാർത്ഥത്തിൽ ആയുർവേദം പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് സസ്യശാസ്ത്രമാണ്. അതിൻ്റെ പഠനമാണ് നിന്നുപോയത്. എന്നിട്ടാണ് ഈ അന്വേഷിച്ച് നടക്കുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും വല്ല മരുന്നും കൊടുക്കുന്നുണ്ടോ, എന്നിട്ട് അത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണ്. ആയുർവേദ വൈദ്യന്മാരും വൈദ്യശാസ്ത്ര രംഗത്തുള്ളവരും ഒക്കെ. ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മരുന്ന് അതിന് കിട്ടിയാൽ അത് അങ്ങ് പഠിച്ച് കൊടുത്താൽ മതിയല്ലോ, എന്നിട്ട് അത്ഭുതം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശരിക്ക് പഠിക്കേണ്ട രീതി ചരകമോ സുശ്രുതമോ വാഗ്ഭടമോ അഷ്ടാംഗ സംഗ്രഹമോ, അതായത് വൃദ്ധവാഗ്ഭടം, ഭേളമോ വങ്കസേന സംഹിതയോ ഒക്കെ എടുത്ത് പഠിച്ചാൽ, ഹാരീതമോ ഒക്കെ എടുത്ത് പഠിച്ചാൽ അതിലൊക്കെ ഉദാഹരണ മാത്രമാണ് ചികിത്സ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് 2 or 3 എണ്ണമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ബുദ്ധിമാന്മാർക്കുള്ളതാണ് ചികിത്സാശാസ്ത്രം. കാരണം ചികിത്സാശാസ്ത്രത്തിൽ സാധാരണക്കാരന് പ്രവർത്തനമില്ല. പഴയ കാലത്ത് രാജാക്കന്മാർ, രാജകുടുംബാംഗങ്ങൾ ഇവരൊക്കെ അവശ്യം ഇത് പഠിക്കണം. കാരണം അവർക്കൊക്കെ എപ്പോഴും അപകടങ്ങൾ വരാൻ സാധ്യതയില്ല. ഇത് ക്ഷിപ്രമായി പഠിക്കണം. വേഷം മാറിപ്പോകുന്ന ഒരു ചക്രവർത്തി, അദ്ദേഹം വേഷം മാറിപ്പോയത് പേഴ്സണലായ കാര്യത്തിനാകാം. അദ്ദേഹം പോയത് രാജ്യത്തിൻ്റെ ധർമ്മത്തിന് വേണ്ടിയാകാം. അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ഉപജാപങ്ങളുണ്ടാവും. കാരണം ഒരു രാജാവ്, ഒരു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ചക്രവർത്തിയുടെ മന്ത്രിക്ക് രാജ്യത്തോട് ബന്ധപ്പെട്ടുള്ള രാജാവ് അറിഞ്ഞുള്ള ചാരന്മാർ കൂടാതെ മന്ത്രിയുടെ സ്പെഷ്യൽ ചാരന്മാരുണ്ടാവും, ഗുരുക്കന്മാരുടെ ചാരന്മാരുണ്ടാവും, കുലഗുരുക്കന്മാരുടെ, രാജപത്നിമാരുടെ ചാരന്മാരുണ്ടാവും. കാരണം ഇവരൊക്കെ പവറുള്ളവരായതുകൊണ്ട് ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്ന കുറേ ആളുകളുണ്ടാവും. ജനാധിപത്യം വന്നപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീടുകളിലും ഉണ്ടാവും. കാരണം നിങ്ങൾ രാജാക്കന്മാരാണ്. നിങ്ങൾ ഓഫീസിലേക്കാണോ പോകുന്നതെന്നറിയാൻ ഭാര്യ ചാരനെ നിയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഓഫീസിൽ പോയാൽ ഭാര്യ വീട്ടിലാണോ ഇരിക്കുന്നതെന്നറിയാൻ നിങ്ങൾ നിയോഗിച്ചിട്ടുണ്ടാവും. ജനാധിപത്യത്തിൽ നിങ്ങൾ ഉയർന്നവരായല്ലോ, രാജാക്കന്മാരായല്ലോ, അതുകൊണ്ട് ഉണ്ടാവും. പത്രക്കാർക്കുണ്ടാവും. അങ്ങനെയൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ചില സമയത്ത് ചാരനുമായിട്ട് ഏറ്റുമുട്ടിയെന്ന് വരും. അപ്പം ചാരൻ അവിടെ രാജാവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മന്ത്രിയോട് പറയുക, ഞാൻ ഒരാളെ അവിടെ കണ്ടിരുന്നു, ഞാൻ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാലിൽ വെട്ടേറ്റിട്ടുണ്ട്. അപ്പോൾ രാജാവിന് നിശ്ചയമായി അറിയാം ഈ വെട്ടുപാട് ഉണ്ടെങ്കിൽ പിടിക്കും. അപ്പോൾ പഴയ കാലത്ത് രാജാക്കന്മാർക്ക് ഈ ഔഷധങ്ങൾ ആവശ്യം വരുന്നത് അവിടെ ഒന്ന് പരട്ടിക്കഴിഞ്ഞാൽ 6 മണിക്കൂറോ 7 മണിക്കൂറോ കൊണ്ട് ആ പാട് പോലും അസ്തമിക്കുന്ന ഔഷധങ്ങൾ വേണ്ടി വരും. അത് ആവശ്യമായതുകൊണ്ട് കണ്ടെത്തിയതാണ്. ഒരു ആവശ്യത്തിന് കണ്ടെത്തുമ്പോൾ അതിലയാളുടെ
ബോധതലം മുഴുവൻ ഉണർന്നിട്ടാണ് കണ്ടത്. ഒരാവശ്യം അവൻ്റെ ബുദ്ധിയെ, അവൻ്റെ ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കും. അതാണ് ഈ ക്ലാസ്സും നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ക്ലാസ്സും തമ്മിലുള്ള. കോളേജിൽ പഠിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് പരീക്ഷ എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്, അതൊരു ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും വിചാരങ്ങളും ഏകാഗ്രമാവും. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയോ മറ്റു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ ഏകാഗ്രത കാണുകയാണ്. നിങ്ങൾ ചിലർക്ക് ഇത് പഠിച്ചിട്ട് പിന്നെ ചെയ്യണമെന്ന് ആവശ്യം ചിലപ്പോൾ വരും. അവർക്ക് ചിലപ്പോൾ ഏകാഗ്രത പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. അതാണ് ഏകാഗ്രതയുടെ വിഷയം. ഏകാഗ്രത ഉണ്ടാകുന്നത് ആവശ്യം ഹേതുവായ. ആവശ്യം വരുമ്പോഴാണ് ഗവേഷണ താല്പര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പഴയ കാലത്ത് വൈദ്യശാസ്ത്രവും മറ്റും അത് ആവശ്യമുള്ളവൻ്റെ കയ്യിലാണിരുന്നത്. രാജാക്കന്മാർക്ക് ഇത് അത്യന്തം ആവശ്യമാണ്. ഒരു യുദ്ധക്കളത്തിൽ തൻ്റെ സൈന്യം വീണ് കിടക്കുകയാണ്. അവരെ ഉത്തേജിപ്പിച്ച് എഴുന്നേൽപ്പിക്കണം, യുദ്ധം തുടരണം. അപ്പം അതിനൊക്കെ കൊട്ടാരം വൈദ്യന്മാരും മറ്റും അക്ഷീണ പ്രയത്നിച്ചിട്ടുള്ളത്. യുദ്ധക്കളത്തിൽ നിന്നൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി യുദ്ധം തുടരേണ്ടതാണ്. അതുകൊണ്ട് ക്ഷിപ്രസാധ്യങ്ങളായ മരുന്നുകൾ വേണം. അല്ലാതെ 50 കൊല്ലം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയെടുത്ത് യുദ്ധക്കളത്തിൽ നിർത്താനാവില്ല. അങ്ങനെയാണ് ശ്രീഹർഷനും മറ്റും രാജാക്കന്മാരൊക്കെ അന്ന് പെരുമാറിയത് അങ്ങനെയാണ്. അവർക്കതിനുള്ള അറിവുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളുമുണ്ട് കിട്ടാൻ. അതുകൊണ്ട് രാജാക്കന്മാരാണ് ഈ നിലയിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളത്. പഴയ കാരണം എല്ലാ രോഗങ്ങൾക്കും അവർക്ക് പുറത്ത് വൈദ്യനെ ആശ്രയിക്കുന്ന പരിപാടി ആയിരുന്നില്ല. അവർക്കറിയാമായി. രാജകുടുംബാംഗങ്ങളിൽ പലരും വൈദ്യശാസ്ത്രത്തിൽ പണ്ഡിതന്മാരായിരുന്നു. സുശ്രുതൻ തന്നെ രാജാവായിരുന്നു. അത് നിങ്ങൾക്കറിയുമെന്നറിയില്ല. സുശ്രുതൻ തന്നെ ചക്രവർത്തിയായിരുന്നു. സുശ്രുതൻ ചക്രവർത്തിയുമായിരുന്നു, ബ്രാഹ്മണനുമായിരുന്നു. രണ്ടുമായിരുന്നു. സുദർശിയുമായിരുന്നു. അതുകൊണ്ട് പഴയ കാലത്ത് അങ്ങനെ വളർന്നതാണ് ഈ ശാസ്ത്രം. അവ പെട്ടെന്നറിയണം. ക്ഷിപ്രഫലദായി ആയിരിക്കണം. അതുകൊണ്ട് അവർ അതിൽ അങ്ങേയറ്റം ഗവേഷണം ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇന്നത്തതിനേക്കാൾ കൂടുതലായി. ഇന്ന് ഗവേഷണം ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയാണ്. ശമ്പളം ഒരിടത്തുനിന്ന് വാങ്ങിക്കും. അവർക്കാവശ്യമുള്ളൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ടാവും ഗവേഷണത്തിൽ. അത് കിട്ടിയെങ്കിലേ അവർക്ക് വേണ്ടൂ. ഇന്നതിൽ നിന്ന് ഇന്നത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 or 100 ചെടികളിൽ പരീക്ഷണം നടത്തുമ്പോൾ അതിൽ നിന്ന് ഏതിൽ നിന്നാണ് ബീറ്റാസ്റ്റെറോൾ ഇന്ന അളവിൽ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കാനുള്ള റിസർച്ചാണ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ച്
പേപ്പർ പ്രസൻറ്റ് ചെയ്താൽ മാത്രമാണ് പ്രയോജനം. അത് കണ്ടുപിടിക്കുന്നിടം വരെ നിങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര കണ്ടുപിടുത്തം താമസിക്കുന്നു അത്രയും നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കും. മാത്രമല്ല, ഈ കണ്ടുപിടിക്കാൻ പോകുന്ന അവരുടെ ചിലവിൽ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ സൈഡായി യാദൃച്ഛികമായി കുറേ സാധനങ്ങൾ കിട്ടും. നിങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുക. അത് നിങ്ങളുടെ ഗവേഷണം നിയന്ത്രിക്കുന്ന സിഇഒമാരുണ്ടാവും. അവരത് വളരെ അൺഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളോട് കാണിച്ച് ആ പേപ്പറെല്ലാം മേടിച്ച് അത് ഫോറിൻ രാജ്യങ്ങൾക്ക് കൊടുത്ത് അവർ കാശുണ്ടാവും. അങ്ങനെ വരുന്ന പേപ്പറുകളെ വെച്ചാണ് പിന്നീട് പല ഔഷധങ്ങളും അതും ഇതുമൊക്കെ കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തുന്ന സാധനം വരുന്നതിനെ വെച്ചാണ് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതാണെന്ന് ഭിഷഗ്വരന്മാരോ നിങ്ങളുടെ വിദ്യാഭ്യാസമുള്ളവനോ ഈ ഗവേഷണം ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയാതെ അഭിമാനപൂർവ്വം കുട്ടിഘോഷിക്കുന്നത്. ഇത് കണ്ടുപിടിക്കുന്നവനും ഇതിനെപ്പറ്റി അഭിമാനം കൊള്ളുന്നവനും, ഈ കണ്ടുപിടിക്കുന്നവന് വലിയ അഭിമാനമില്ല. കാരണം അവൻ 10-15 വർഷമായി പലതും കണ്ടുപിടിക്കാൻ ശ്രമിച്ച് അതൊരു ഒരു സ്റ്റംപിംഗ് ബ്ലോക്കിൽ ചെന്ന് തട്ടി നിൽക്കുകയാണ്. ഒടുവിൽ ഇവന് ഗവേഷണത്തോട് തന്നെ വെറുപ്പുണ്ടാവും. കാരണം 5 കൊല്ലമൊക്കെ ആകുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കോടികൾ അപ്പോഴേക്ക് കമ്പനി ചെലവഴിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് കമ്പനി ആവശ്യപ്പെടുന്നത് താനിതുണ്ടെന്ന് പറഞ്ഞ് എഴുതുക. അങ്ങനെ എഴുതിക്കും. അതിൻ്റെ മുകളിലുള്ളവൻ ഒപ്പിടും. പിന്നെ മുകളിലേക്ക് കാശ് കൊടുത്ത് ഒപ്പിടിച്ചും മാർക്കറ്റിലേക്ക് മരുന്നിറങ്ങും. ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റും കച്ചവടവും കഴിയുമ്പോൾ മുടക്കിയ പൈസ തിരിച്ചു വരും. അപ്പോഴേക്ക് സൈഡ് എഫക്റ്റ് പൊന്തി വരും. മറ്റൊരാൾ സൈഡ് എഫക്റ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം കമ്പനി ഇറക്കിയ ഔഷധം, കമ്പനി ഇറക്കുന്ന കമ്പനിക്ക് ലീഡർ കമ്പനി എന്ന് പറയും. ഏത് ഔഷധമാണോ ഇറക്കുന്നത് ആ ഇറക്കുന്ന കമ്പനി ലീഡർ കമ്പനിയാണ്. ലീഡർ കമ്പനി ഇറക്കിക്കഴിഞ്ഞാൽ അവരുടെ മുതലായിക്കഴിഞ്ഞാൽ അവർ ഈ ഫോർമുല അപ്പോഴേക്ക് മറ്റ് കമ്പനികൾ സൂത്രത്തിൽ ഇതൊന്നും അറിഞ്ഞിട്ട് വേണം. കാരണം ഇതിന് നല്ല മാർക്കറ്റാണ്. അഡ്വർടൈസ്മെൻറ്റൊക്കെ മറ്റവും കൊടുത്തുകൊണ്ട് ഇനി അഡ്വർടൈസ്മെൻറ്റ് വേണ്ട, വിറ്റാൽ മതി. അതുകൊണ്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എങ്കിലും ഇറക്കാൻ അവൻ ആഗ്രഹിക്കും. അത് വേണ്ട. ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് ലീഡർ കമ്പനി ഫോർമുല കൊടുക്കും. ഒന്നിച്ച് കുറച്ച് പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഫോർമുല കൊടുത്തു. അത് 10-30 കമ്പനികൾക്ക് ഫോർമുല കൊടുത്ത് കിട്ടുന്ന ഡോളർ കയ്യിൽ വാങ്ങി. അത് ആദ്യം കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ, പിന്നെ കുറഞ്ഞ് പിന്നെ നാട്ടുകാർക്കെല്ലാം കിട്ടുന്ന വിധത്തിൽ ഫോർമുല കൊടുത്ത് കാശ് വാങ്ങി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് കാശ് വേണ്ടത്ര അതിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ കമ്പനി തന്നെ ഈ മരുന്നിന് ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതും കണ്ടുപിടിച്ച് വേറെ ആരുമല്ല. അപ്പോൾ കമ്പനി മാന്യനായി. അതുകൊണ്ട് ഞങ്ങൾ ആ മരുന്ന് പിൻവലിക്കുകയാണ്. അപ്പോഴേക്ക് അടുത്ത മരുന്ന് ലൈനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഗവേഷണം. ഇതറിയാതെയാണ്, ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മുഴുവൻ അറിയാതെയാണ് പലരും അഭിമാനിക്കുന്നതും പലരും വെല്ലുവിളിക്കുന്നതും പലരും വഴക്കുണ്ടാക്കുന്നതും. കാരണം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവർ മനുഷ്യരാണ്. പ്രാചീനതയും ആധുനികതയും തമ്മിലുള്ള ഒരു അന്തരം അന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും തമ്മിലുള്ള അന്തരമാണ്. ശാസ്ത്ര വിഷയങ്ങളുടെ അന്തരമല്ല. അന്നത്തെ മനുഷ്യന്
ഇന്നത്തെ മനുഷ്യനുള്ള അത്ര ആഗ്രഹങ്ങളുണ്ടായിരുന്നില്ല അറിവിൻ്റെ ലോകങ്ങളിൽ. ഒന്ന്, അറിവെല്ലാവർക്കും ഉള്ളതായിരുന്നില്ല. അറിവിൽ അധികാരി ഭേദമുണ്ടായിരുന്നു. ലോകത്തെവിടെയും, ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇന്ത്യയിൽ അധികാരി ഭേദം വച്ചുകൊണ്ട് പലരെയും അറിവിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊരു വാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഇന്ത്യക്കാരുടെ ദോഷമാണെന്നാണ് വൈപ്പ്. സ്വാമി വിവേകാനന്ദൻ വരെ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, മുത്തുമണികൾ ആരെങ്കിലും പന്നിയുടെ മുമ്പിൽ വെതറുമോ എന്ന് കർത്താവ് ഈശോ മിശിഹ ചോദിക്കുന്നു. പോയി എടുത്ത് വായിച്ചു നോക്ക്. മർക്കോസിന്റെ സുവിശേഷത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ്, റെഫർ ചെയ്ത് പറഞ്ഞതല്ല. അതുകൊണ്ടാണ് സുവിശേഷം ചിലപ്പോൾ മാറിപ്പോകും. എന്തോ ഏത് നോക്കിയാൽ മതി. മർക്കോസിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, കഷ്ടിച്ചോർമ്മ. സുവിശേഷത്തിൽ ഏറ്റവും നല്ലത് യോഹന്നാൻ്റെയാണ്, അതിന് തർക്കമില്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നത്, ആവശ്യമില്ലാത്തവർ പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. ആവശ്യമുള്ളവൻ പഠിച്ചാൽ മാത്രമേ അറിവിന് വളർച്ചയുണ്ടാവൂ. പ്രാചീന കാലവും ആധുനിക കാലവും തമ്മിൽ ഈ ഒരു അന്തരമുണ്ട്. ബാക്കി കാര്യത്തിലൊന്നും ഒരു അന്തരവുമില്ല. അറിവ് എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ്. ഈ അന്തരം വലുതാണെങ്കിൽ വലുതാണ്, ചെറുതാണെങ്കിൽ ചെറുതാണ്. അത് പിന്നെ നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. അപ്പം അവർ ഇത് വളരെ കൃത്യമായി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ സസ്യങ്ങളെ നന്നായി പഠിക്കണം. അവയുടെ രസം, വീര്യം, വിഭാഗം, പ്രഭാവം, ഇവയൊക്കെ. പ്രഭാവം അങ്ങനെ പഠിക്കാവുന്നതല്ലാത്തതുകൊണ്ടാണ് പ്രഭാവത്തെക്കുറിച്ച് നമ്മൾ പറയാത്തത്. പ്രഭാവം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. വിജാതൃ പ്രത്യാരബ്ധം, സജാതൃ പ്രത്യാരബ്ധം എന്ന് രണ്ട് തരം പ്രഭാവങ്ങളുണ്ട്. പ്രത്യാരബ്ധം, സജാതൃ പ്രത്യാരബ്ധം. പ്രഭാവങ്ങൾ അങ്ങനെ കൃത്യമായി പറയാവുന്നവയല്ല. ചിലതിന് മാത്രം വരുന്ന ചില പ്രത്യേകതയാണ്. അത് കണക്കിൽ ഒതുങ്ങുകയില്ല, കണക്കായിട്ട് പഠിക്കാൻ പറ്റില്ല. ചില ഔഷധങ്ങൾ പ്രഭാവമുള്ളവയാണ്. അത് പലതരത്തിലാണ് അതേപ്പറ്റി പറയുന്നത്. അത് നിങ്ങളിപ്പോൾ പഠിക്കണ്ട. അടുത്തത് അരയാൽ. അരയാലല്ലേ പറഞ്ഞു? മേന്തോന്നി, സോറി, ലാംഗലി, സംസ്കൃതം. ലാംഗലി, 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 ഗ്ലോറിയോസ, സൂപ്പർബാലിൻ, എൻ്റെ ഫാമിലി ഇപ്പോൾ ഓർക്കുന്നില്ല, പിന്നെ ഓർമ്മ വരുമ്പോൾ പറഞ്ഞുതരാം. അടുത്ത ഏതെങ്കിലും എടുക്കുമ്പോൾ ഇത് വീണ്ടും വരും, അന്നേരം പറഞ്ഞുതരാം. ലാംഗലി,
രസം, കടു, തിക്തം. ഗുണം, ഗുരു, സ്നിഗ്ധം. വീര്യം, ഉഷ്ണം. വിഭാഗം, കടു. വിഭാഗം, കടു. നാവിൽ ഉണ്ടാകുന്ന 6 രസങ്ങൾ ഉള്ള ചെടികളുണ്ട്. ഇത് ഇപ്പം ഈ പറഞ്ഞതെല്ലാം പൊതുവിൽ ഈ രസം തന്നെയാണ്. അല്ലാത്തത് വരുമ്പോൾ എടുത്തു പറയും, പൊതുവെ എടുത്തു പറയും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ രസം ഇത് തന്നെയാണ്. സമൂലം ഉപയോഗിക്കാം. ചിലതിപ്പം അരയാലാണെങ്കിൽ സമൂലം ആവശ്യമില്ല. അരയാലിൻ്റെ വിത്ത് മതിയാവും, അരയാലിൻ്റെ തൊലി മതിയാവും, അരയാലിൻ്റെ ഇല മതിയാവും. നമ്മളിവിടെ എടുത്തത് അരയാലിൻ്റെ തൊലിയാണ്. ആ തൊലിയുടെ രസമാണ്. അത് ചോദിച്ചാൽ മതി, അന്നേരം പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഏത് ഭാഗമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ഇതിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. മേൻതോന്നിയൊക്കെ ഇവിടുത്തെ കാടുകളിൽ ഇഷ്ടം പോലുള്ളതാണ്. മേൻതോന്നിയും കീൻതോന്നിയും എന്ന് പറയും. 2 കിഴങ്ങാണ്, ഒന്ന് മുകളിലേക്ക് ഉരിക്കും, ഒന്ന് താഴേക്ക് ഉരിക്കും. ഒരു ചുവന്ന പൂവ് ആയിട്ടിങ്ങനെ തൂങ്ങിക്കിടക്കും. വള്ളിയല്ല, വള്ളി പോലെ നിൽക്കുന്ന, 8 കാലി പോലെ നിൽക്കുന്ന ഒരു പൂവുള്ളതാണ്. അത് വിഷമുള്ളതാണ്, അത് ശുദ്ധി വേണ്ടതാണ്. 2 കിഴങ്ങും തമ്മിൽ ഒന്ന് കീഴോട്ടും ഒന്ന് മുകളിലോട്ടും ഇരിക്കുന്നത് കൊണ്ട് പ്രസവത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് പണ്ട് മുതൽ പറഞ്ഞു പോരുന്ന ഒരു കിഴങ്ങാണ്. അത് നീരിനും അതിനും ഇതിനും ഒക്കെ നല്ലതാണ്. അത് ആ കിഴങ്ങ്, അതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. കിഴങ്ങ് ഈ അണുവിന് വളരെ നല്ലതാണ്. ഈഷത് വ്യത്യാസമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ പ്രസവം അത് മുകളിലേക്കുള്ളത്. കാരണം വെച്ചാൽ അമൃതമായിട്ടും താഴേക്ക് പോകുന്നത് വിഷമായിട്ടും ഭൗമമായതിനെ വിഷമായിട്ടും ഒക്കെ കണക്കാക്കുന്നുണ്ട്. ഗോമൂത്രത്തിൽ വറ്റിച്ചെടുത്താൽ ശുദ്ധിയായി. അടുത്തത് കച്ചോല. ഷഠി, കംഫീരിയ, KAEM PHERIA, കംഫീരിയ. ഗാലൻകാലിൻ, GALANGA, ഇതിന് നക്ടർണിയൊക്കെയാണെന്ന് തോന്നുന്നു. വേറൊരു ബൊട്ടാണിക്കൽ നെയിമും കൊടുത്തിട്ടുണ്ട്. ഹെഡിച്ചിയം സ്പിക്കാറ്റം. ഹെഡിച്ചിയം സ്പിക്കാറ്റം. ഹെഡിച്ചിയം, HEDYCHIUM, ഹെഡിച്ചിയം, SPICATUM, സ്പിക്കാറ്റം. അടവിക്കച്ചോലം ആണതെന്നും അഭിപ്രായമുണ്ട്. കാടുകളിൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ നാട്ടിലുണ്ടാകുന്നത് ആണ് ഔഷധമായി ഉപയോഗിക്കുന്നത് എന്നും അവർക്ക് അഭിപ്രായമുണ്ട്. നാട്ടിൽ ധാരാളമായി കൃഷി ചെയ്യുന്നതാണ് കച്ചോലം.
ഒട്ടെല്ലാ അണുകങ്ങൾക്കും ഉത്തമമായതാണ് കച്ചോലം. ഒട്ടേറെ രോഗങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് കച്ചോലം. രസം, കടു, തിക്തം. ഗുണം ലഘു. വീര്യം, ഉഷ്ണം. വിഭാഗം, കടു. കച്ചോലത്തിൻ കിഴങ്ങേറ്റം ശീതം, രുച്യം, സുഗന്ധിച്ച. സുഗന്ധിച്ച വാതപിത്ത കഫങ്ങൾക്കും കുഷ്ഠത്തിനും വിനാശനം. നന്നേറ്റം രക്തശുദ്ധിക്കും. ദീപനത്തിനും ഉത്തമം. ദീപനത്തിനും ഉത്തമം. ദഹനത്തിന് നല്ലോല ദഹനം ഉണ്ടാക്കുന്ന സാധനമാണ് കച്ചൂരാദി ചൂർണങ്ങൾ പലതുമുണ്ട്. അത് മുഴകൾക്ക് വളരെ നല്ലതാണ്. ഗുണപാഠമാണ് പറഞ്ഞത്. അടുത്തത് സൂര്യകാന്തി. പേരുകൊണ്ട് തന്നെ അത് സൂര്യനഭിമുഖമായി വിടരുകയും സൂര്യനഭിമുഖമായി തിരിഞ്ഞു നിൽക്കുകയും സൂര്യൻ അസ്തമിക്കുന്നതോടെ തീരുകയും ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അതിന് സൂര്യകാന്തി, സൂര്യഭക്ത എന്ന് സംസ്കൃത നാമം. സൂര്യഭക്ത. ഹീലിയാന്തസ് അനസ്ലിൻ. ഹീലിയാന്തസ് HELIANTHUS. ഹീലിയാന്തസ് അനസ് ലിൻ. ANNUS ലിൻ. ആസ്ട്രേസിയെ കുടുംബമാണ്. മുമ്പത്തതിൻ്റെ എഴുതിയായിരുന്നോ? കച്ചവടത്തിൻ്റെ എഴുതിയായിരുന്നോ? ആർദ്രകകുലം സിഞ്ചിബറേസിയെ. ആർദ്രകകുലം സിഞ്ചിബറേസിയെ ഫാമിലി. ഇത് ആസ്ട്രേസിയെ ഫാമിലി. ഭൃംഗരാജകുലം. സൂര്യകാന്തി. അത് ഇഞ്ചിയിൽ നിന്ന് എടുക്കുന്നതാണ്. അത് ഇഞ്ചിയിൽ നിന്ന് എടുക്കുന്നത്. ഇഞ്ചിയൊക്കെ സിഞ്ചിബറേസിയെ ഫാമിലിയിൽപ്പെട്ടതാണ്. ആസ്ട്രേസിയെ ഫാമിലി, ഭൃംഗരാജകുലം. അതിൻ്റെ രസം തിക്തം, കടു, മധുരം. ഗുണം സരം, ഗുരുരൂക്ഷം. വീര്യം, ശീതവീര്യം. വിപാകം, മധുരം.
അതും ഗുണപാഠത്തിലില്ല. അടുത്തത് 26 നന്നാറി അല്ലെങ്കിൽ നറുനീണ്ടി. നന്നാറി നറുനീണ്ടി. സംസ്കൃതം അനന്തമൂല. ഹെമിഡെസ്മസ് ഇൻഡിക്കസ്. ഹെമിഡെസ്മസ് ഇൻഡിക്കസ്. HEMIDESMUS ഇൻഡിക്കസ്. ലിൻ. അസ്ക്ലിപീഡിയേസിയെ കുടുംബം. ACASCLEPIADACAE. അർക്കകുലം. രസം മധുരം തിക്തം. ഗുണം സ്നിഗ്ധം ഗുരു. വീര്യം ശീതം. വിഭാഗം മധുരം. നറുനീണ്ടി കിഴങ്ങിന് കച്ചിട്ട് മധുരം രസം. കഫവിത്തങ്ങളെ തീർക്കും. കൃമികുഷ്ഠവിനാശനം. രക്താതിസാരമെന്നുള്ള രോഗത്തിനും വിനാശനം. നിങ്ങൾ ആ ഗുണപാഠം പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എങ്ങനെയാണ് ഇത് ഫലപ്രദമാണെന്ന്. മിക്കവാറും പറഞ്ഞതിലെല്ലാം കൃമിയുണ്ട്. ശ്രദ്ധിച്ചോന്നറിയില്ല. കായ് ഉപയോഗിക്കും, വേരുപയോഗിക്കും, തണ്ടുപയോഗിക്കും, ഇല ഉപയോഗിക്കും, പൂവും ഉപയോഗിക്കും. നമ്മൾ ഈ കൃമിഗ്നമായി ഉപയോഗിക്കുന്നത് അതിൻ്റെ കായം. സൂര്യകാന്തി എണ്ണ ഔഷധം എന്ന നിലയിൽ ഉപയോഗിക്കും. ഭക്ഷണം എന്ന നിലയിൽ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളെ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് കണ്ടെത്തേണ്ടത്. വ്യാവസായികമായല്ല കണ്ടെത്തേണ്ടത്. പക്ഷേ ആധുനിക ലോകം ഭക്ഷണ പദാർത്ഥങ്ങളെ കണ്ടെത്തുന്നത് വ്യാവസായികമായാണ്. കാരണം ഒരൗഷധം മനുഷ്യർ രോഗം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഓൾറെഡി ഒരാൾ രോഗിയാണ്, അയാൾ പോയി ഒരു ഔഷധം മേടിച്ച് കഴിക്കുന്നു, അതിന് സൈഡ് എഫക്റ്റ് വന്നു, രോഗം കൊണ്ട് മരിക്കുമായിരുന്നു, മറ്റു നിവൃത്തിയില്ല, അതുകൊണ്ട് മരുന്ന് കഴിച്ചു. അപ്പോൾ അയാൾക്ക് രോഗമുണ്ട്, ഉള്ളത് മാറിയില്ല, പോട്ടെ, 2 എണ്ണം പുതുതായി വന്നാലും മരുന്ന് കഴിച്ചുകൊണ്ട് വന്നതാണ്. ഭക്ഷണം അവൻ ആരോഗ്യത്തിനും ആയുസ്സിനും സ്വച്ഛന്തമായ കുടുംബ ബന്ധങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കുമാണ് ഭക്ഷണം. ഭക്ഷണ പദാർത്ഥങ്ങളുടെ രസവീര്യ വിഭാഗാദികൾ അറിഞ്ഞ് അത് കഴിക്കുമ്പോൾ
ഒന്ന്, അവൻ്റെ മസ്തുളങ്കത്തെ നോക്കണം. കഴിക്കുന്ന വസ്തു മസ്തുളങ്കത്തെ ബാധിക്കുമോ? അത് നിത്യഭക്ഷണത്തിനായി ഉപയോഗിച്ചു. അതിന് ഔഷധമൂല്യം വളരെ ഉണ്ടാകാം. ആ ഔഷധമൂല്യം ഏറുന്നതനുസരിച്ച് അത് ചില കോശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്, ചില അവയവങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ അയാളിൽ മൂത്രജനകമായിരിക്കുന്ന ഒരൗഷധത്തെ ഭക്ഷണമെന്ന രീതിയിൽ നിത്യവും കഴിച്ചാൽ ശരീരത്തിൽ നിന്നുള്ള ജലാംശം മൂത്രമാക്കി പുറത്തേക്ക് കളയുമ്പോൾ അയാൾക്ക് ദാഹം കൂടുമോ? അയാളുടെ വിയർത്തു പോകാനുള്ള പ്രവണതകളെ കുറയ്ക്കുമോ? വിയർപ്പിൻ്റെ അളവ് കുറയുമ്പോൾ ആ വഴിയിൽ പോകേണ്ട മാലിന്യങ്ങൾ പോകാതെ വരുമോ? അപ്പോൾ അത് ഭക്ഷണ യോഗ്യമാണോ? ആ ഔഷധം ഭക്ഷണം എന്ന നിലയിൽ കഴിക്കാൻ യോഗ്യമാണോ? മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്, നല്ല വസ്തുവാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഭക്ഷണത്തിന് അത്രയും നല്ല വസ്തു വേണോ? അപ്പം അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ഏതെങ്കിലും ഒരു കമ്പനി പ്രചാരണം കൊടുത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ കൃഷി ചെയ്ത് മാർക്കറ്റിലിറക്കി അത് കൊടുക്കുന്നു എന്ന് കണ്ട് കൃഷിക്കാരെല്ലാം അത് കൃഷി ചെയ്യാൻ തുടങ്ങുകയോ ഗവൺമെൻറ്റുകൾ അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്ത് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു വസ്തുവിനെ ഭക്ഷണമാക്കി ഇറക്കുകയോ അത് ഭക്ഷണ രൂപത്തിൽ ടിന്നിൽ ജനങ്ങൾക്ക് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ആ ഗവൺമെൻറ്റിനും ആ കൃഷിക്കാരനും അത് മേടിച്ച് കഴിക്കുന്നവനും വിവരമില്ലെന്നല്ലാതെ വിവരമുണ്ടെന്ന് പറയാനാവില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നറിയില്ല. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. ആ ഓയിലിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന പല വസ്തുക്കളെ കുറിച്ചും അടച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം വ്യാവസായിക താല്പര്യമാണെന്ന് ഗവൺമെൻറ്റുകൾക്ക് മുമ്പിൽ നിൽക്കുന്നത്, ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ്. എന്നെപ്പോലുള്ള സന്യാസിമാർക്ക് പോലും മുമ്പിൽ നിൽക്കുന്ന വികാരം അത് തന്നെയാണ്. കാരണം സന്യാസം മോക്ഷോപായം എന്നുള്ളതൊക്കെ മാറിപ്പോയി. ഒന്നതിൻ്റെ പ്രശസ്തിയും മറ്റു കാര്യങ്ങളൊക്കെ വേണം, അതിനുള്ള ശിഷ്യഗണങ്ങൾ വേണം. ശിഷ്യഗണങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ കമ്പാർട്ട്മെൻ്റലായി പഠിച്ച ആളുകളായിരിക്കും. ചിലർ IT എൻജിനീയേഴ്സ് ആയിരിക്കും, ചിലർ മെക്കാനിക്കൽ, ചിലർ സിവിൽ, അങ്ങനെയുള്ള എൻജിനീയേഴ്സ്, ചിലർ ഡോക്ടേഴ്സ്, ചിലർ അഡ്വക്കേറ്റ്സ്, ഇങ്ങനെയുള്ളവരെല്ലാമാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ കമ്പാർട്ട്മെൻ്റലായുള്ള നോളജ് വെച്ചുകൊണ്ട് സ്വാമി എന്ത് ചെയ്താലാണ് ആശ്രമം വലുതാകുന്നത് എന്നുള്ള ഐഡിയാസ് അവർ തരും. ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സ്വാമിജിക്ക് ഇവരോട് ബഹുമാനം കൂടും. ഉള്ളിൽ ഇവർ മിടുക്കന്മാരായതുകൊണ്ട് പുറത്ത് സ്വാമിയോട് ബഹുമാനം കാണിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? പുറത്തെത്ര ബഹുമാനം സ്വാമിജിയോട് ഇവർ കാണിക്കുന്നുവോ അതിൻ്റെ 100 മടങ്ങായിരിക്കും അകത്ത് സ്വാമിജിക്ക് ഇവരോട് ബഹുമാനം. അങ്ങനെയാണ് ഈ പുറംചൊറിയൽ തുടരുന്നത്. അത് പ്രതീക്ഷിച്ചാണ് നിങ്ങളും പലപ്പോഴും സ്വാമിമാരെ സമീപിക്കുന്നത്. അവിടെ പോയി അങ്ങനെയൊക്കെ
വളരെ അടുപ്പത്തിൽ നിൽക്കുന്നവരെ കണ്ട് പരിചയപ്പെട്ട് നിങ്ങളവിടെ ചെന്ന് നിരാശരായി, കാരണം നിങ്ങൾക്കവിടെ കാര്യമായ ഇതില്ലാതെ വരുമ്പോഴാണ് അതിനെതിരെയൊക്കെ നിങ്ങളും ചിലപ്പോൾ പറയും. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അവരും ഇറക്കും ഇങ്ങനെ കുറേ ഫുഡും സാധനവുമില്ല. അത് എത്ര കണ്ട് അപകടമുണ്ടാക്കും എന്നറിയുന്നത് 100 കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ഇന്ന് കഴിച്ച് നാളത്തേക്ക് അറിയാൻ പറ്റില്ല. ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടേതോ അല്ല ഇത്തരം കാര്യങ്ങൾ. മതവും ജാതിയും ഉണ്ടാകുന്നതിനൊക്കെ മുമ്പാണ് ഒരു സംഘടിത സ്വഭാവം വരുന്നതിന് മുമ്പ് നബിയെയും കൂട്ടരെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കാലഘട്ടത്തിലാണ് പന്നിമാംസം ദോഷമുള്ളതാണ് എന്ന് കണ്ടെത്തിയത്. മനസ്സിലായില്ല? ഇന്ന് നിങ്ങൾ പന്നിമാംസത്തിൻ്റെ ഫെസ്റ്റിവൽ വെച്ചാൽ അത് ആ മതത്തെ എതിർക്കാനാണ് നിങ്ങൾ വെക്കുന്നത്. അതിന് പകരം ആ മാംസത്തിൻ്റെ ഗുണദോഷങ്ങൾ പഠിച്ചിട്ട് അന്ന് കണ്ടെത്തിയത് തെറ്റാണ് എന്ന് ശാസ്ത്രീയമായി പറയുകയാണ് ജനങ്ങളോട് ചെയ്യേണ്ടത്. ഇത് വെറും അന്ധമായ ഒരു ആചാരമാണ് എന്ന് പറയുകയാണ് വേണ്ടത്. ഞാനവിടെ പശുമാംസം എന്ന് പറയാത്തത് മനഃപൂർവ്വമാണ്. കാരണം നിങ്ങൾ തമ്മിൽ ഇത് കഴിഞ്ഞ് കലഹം ഉണ്ടാകണ്ടെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും അനുയായികൾ ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും, എതിരിൻ്റെയും അനുകൂലത്തിൻ്റെയും. അപ്പം നിങ്ങളുടെ ബുദ്ധി തിരിഞ്ഞു പോകും എന്നെ കേൾക്കുമ്പോൾ. മറ്റതിൻ്റെ ആളുകൾ ആരും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി തിരിയാതെ പഠിച്ചോട്ടെന്ന് വെച്ച് തന്നെയാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. കാരണം ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ബുദ്ധി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പശുവിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നിയമം. ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു ആചാരം രൂപാന്തരപ്പെട്ടു വന്നെങ്കിൽ അത് വർഷങ്ങൾ കൊണ്ടാണ്. അത് പിന്നീട് ആരെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ എടുത്തുപയോഗിച്ചെങ്കിൽ അത് ശാസ്ത്രീയമല്ല. അനുകൂലികളുടെ നിലപാടും ശാസ്ത്രീയമല്ല, പ്രതികൂലികളുടെ നിലപാടും ശാസ്ത്രീയമല്ല. അനുകൂലിക്കുവാനോ പ്രതികൂലിക്കുവാനോ പോകുന്നതിന് മുമ്പ് ഒരു ജനതയുടെ നന്മ അവരാഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ മുതലെടുക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അതിൽ നിർലോഭമായ ഗവേഷണമാണ് നടന്നത്. ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇത്തരം മാംസങ്ങളെ രാജാക്കന്മാർ നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഗോമാംസത്തെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുള്ളത് ബാബറാണ്. മതപരിഗണന വെച്ചുകൊണ്ടല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടാവുന്നതാണ്. അപ്പം അതിൻ്റെ കാരണങ്ങൾ പഠിക്കണം. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്. മനസ്സിലായി? അതുപോലെ സൂര്യകാന്തി മാത്രമല്ല, പലതും ഔഷധങ്ങളായി ഉപയോഗിക്കുന്ന പലതും ഇന്ന് ഭക്ഷണമാണ്. അത് എത്രത്തോളം ഭക്ഷണമായി ഉപയോഗിക്കാം അതിൽ വേണ്ടത്ര പഠനമില്ല. ഭക്ഷണത്തിനുള്ള പദാർത്ഥങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ടും ഔഷധങ്ങളായി ഉപയോഗിക്കുന്നവ സുലഭമായതുകൊണ്ടും ഉപയോഗിക്കുന്നതാണെങ്കിൽ ക്ഷന്തവ്യമാണ്. മനസ്സിലായോ എന്നറിയില്ല. അങ്ങനെയുമല്ല. ലോകത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ സുലഭവും ഔഷധ പദാർത്ഥങ്ങൾ ദുർലഭവുമാണ്. ദുർലഭമായ ഔഷധ പദാർത്ഥങ്ങളെ സുലഭമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പകരം ഉപയോഗിക്കാൻ തുടങ്ങുക.
ഗോതമ്പ് പോലും ഇന്ത്യ പ്രാചീന കാലത്ത് ഭക്ഷണമായി ഉപയോഗിച്ചിട്ടില്ല. വടക്കേന്ത്യയിലൊക്കെ ഇതാ ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് നിങ്ങൾ വാദിക്കുന്നത്. അല്ല, പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ എടുത്താൽ തണ്ടുലമേ ഉള്ളൂ, അരിയേ ഉള്ളൂ. എന്താ സംശയം? രാമായണം മുതലായവയിൽ നടന്നിട്ടുള്ള രാജസൂയത്തിലൊക്കെ ഗോതമ്പ് കൊണ്ടുവന്നതായിട്ട് പറയുന്നില്ല, തണ്ടുലം കൊണ്ടുവന്നതായിട്ടേ പറയുള്ളൂ. കാരണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചേർന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഡെവലപ്പ് ചെയ്തു വന്നതാണ്. പിന്നീടാണ് ഗോതമ്പ് ഭക്ഷണ പദാർത്ഥമാണ്, ഔഷധമല്ല, തെറ്റിദ്ധരിക്കണ്ട. അത് വലിയ തണുപ്പുള്ള രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. സുലഭമായി ഉണ്ടാകുന്ന അരി തന്നെയാണ് 3 നേരവും കേരളീയർ ഉപയോഗിച്ചിരുന്നത്. ഒരു കാലം ഭക്ഷണ പദാർത്ഥങ്ങളായി ഉപയോഗിച്ചിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ സുലഭമാണ്. കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പമാണ്. അനാവശ്യമായ രാസവളങ്ങളോ കീടനാശിനി പ്രയോഗങ്ങളോ വേണ്ട. പിന്നെ എന്തിനാണ് കീടനാശിനികളും രാസവളങ്ങളും കണ്ടെത്തിയത്? ഈ ചോദ്യം ബാക്കി നിൽക്കും. ആ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക. കേരളത്തിൽ ആദ്യമായി രാസവള നിർമ്മാണശാല പേര് കേട്ടതായി വരുന്നത് FACT ആണ്. അത് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. സ്വകാര്യ മേഖലയിൽ തുടങ്ങിയതാണ്, പൊതുമേഖലാ സ്ഥാപനമായിരുന്നില്ല. നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ധരിക്കുന്നതെന്ന് തോന്നുന്നു. അത് സ്വകാര്യ മേഖലയിലാണ്. സർ CP രാമസ്വാമി അയ്യർ അനുമതി കൊടുത്ത് ശേഷസായി തുടങ്ങിയതാണ്. അന്ന് മരങ്ങൾ കത്തിച്ചാണ് അത് പ്രവർത്തിപ്പിച്ചത്. നമ്മുടെ കാട്ടിലെ തടികൾ മുഴുവൻ വെട്ടാനുള്ള അനുമതി തന്നെ അന്ന് ശേഷസായി നേടിയെടുക്കുകയും ചെയ്തു. പല പ്രൈവറ്റ് കമ്പനികളും പ്രവർത്തനത്തിൻ്റെ ക്രക്സ് പിഴിഞ്ഞെടുത്തു കഴിയുമ്പോൾ ജനാധിപത്യം അവരെ സഹായിച്ചുകൊണ്ട് ഏറ്റെടുക്കും എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതും ഏറ്റെടുത്തിട്ടുള്ളത് ചരിത്രപരമായി. അന്നു മുതൽ ഇന്നു വരെ കമ്പനി ഒരിക്കലും ഉണ്ടാക്കാത്ത ഒരു സാധനത്തിൻ്റെ പരസ്യത്തിലാണ് കമ്പനി നിലനിന്നത്, NPK. അതിൻ്റെ ഗവേഷണത്തിന് കമ്പനി മുടക്കിയ കാശെല്ലാം വളം വിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. വിറ്റ വളം ഒരിക്കലും NPK ആയിരുന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു മാന്യൻ അതിൻ്റെ ലാബിൽ തന്നെ പ്രവർത്തിച്ചിരുന്നവനാണ്, പറയട്ടെ. കാരണം NPK വെള്ളമാവും. പിന്നെ അതിനെ പാക്ക് ചെയ്യുന്നത് അത് ഗുളികയാവില്ല, പൊടിയാവില്ല,
വിദേശത്തെ ഏതോ രാജ്യത്ത് അത് പൊടിയായിട്ട് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളി മുക്കിയാൽ ആവില്ല. ശരിയാണെന്ന് പറയട്ടെ. പതിനാറുക്ക് 16, 20ക്ക് 20 ഒക്കെ ഉണ്ടാവും. NPK ഉണ്ടാവില്ല. അതാണ് നാട്രം, ഫോസ്ഫറസ്, കാലിയം, ഇത് മൂന്നും യോജിച്ചു വരുമ്പോൾ ലിക്വിഡാണ്. പിന്നെ ഇത് ചാക്കിനകത്ത് എങ്ങനെയാ വലിച്ചു കിട്ടുന്നത്? റിസർച്ച് വേളയിൽ തന്നെ, റിസർച്ചിലെങ്കിലും ഇത് കട്ടയായിട്ടിരുന്ന് കഴിഞ്ഞാൽ പറയാം. അതിന് പോലും പറ്റിയിട്ടില്ല. സമൂഹത്തെ മുഴുവൻ പറ്റിച്ചു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ജനങ്ങൾ എന്നെ പറ്റിക്കണേ എന്ന് പറഞ്ഞ് ചെന്നു എന്ന് പറയുന്നതാവും കൂടുതൽ. കാരണം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടുകളില്ലേ, ഇതിൽ പ്രവർത്തിച്ചവൻ്റെയൊക്കെ വീട്ടില്ലേ, അവരോട് പറയില്ലേ തമാശക്കെങ്കിലും? അതിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴെങ്കിലും പറയില്ലേ ജനങ്ങളോട് പറ്റിക്കായിരുന്നു എന്ന്? ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട്. ശരിയാണോ എന്ന് ആലോചിച്ചു നോക്ക്. അല്ല, അത് നിങ്ങൾ ചോദിച്ചോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരിക. പറയല. കാരണം അവിടെ ജോലി നോക്കിയവരെല്ലാം നായന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവർക്കൊരു തറവാടിത്വമുണ്ട്. കുടുംബ രഹസ്യം എത്ര ഭയാനകമായാലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമെങ്കിലും വെളിപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്ന ഒരു അന്തസ് അവർ പുലർത്തിപ്പോകുന്നു. ഇല്ല, ഞാൻ രവിചേട്ടനെ പറ്റി പറഞ്ഞില്ല. അതെങ്ങനെ കയറ്റി കൊടുക്കുന്ന ലോറിയിലൊക്കെ ഉണ്ടേ? ചുമട്ടുതൊഴിലാളിയില്ലേ? എത്ര ചുമട്ടുതൊഴിലാളികളെയാണ് നിയമിച്ചിരിക്കുന്നത്? മാത്രമല്ല, അതിനകത്തിരിക്കുന്ന 50% പല മേഖലയിൽ ജോലി ചെയ്യുന്നവരും ചുമട്ടുതൊഴിലാളിയായി കയറിയവരാണ്. ഞാനത് തീർക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഡയറക്ഷനാണ്. പൊതുമേഖലാ സ്ഥാപനമാക്കി കഴിഞ്ഞപ്പോൾ അതിൽ ജോലിയിൽ കയറാൻ എളുപ്പ വഴി ടെസ്റ്റ് എഴുതാതെയും മറ്റു തരത്തിലല്ലാതെയും കയറാൻ എളുപ്പ വഴി ചുമട്ടുതൊഴിലാളിയുടെ വേക്കൻസിയാണ്. ഞാൻ പറഞ്ഞു തീരട്ടെ, അല്പം ക്ഷമയോടെയൊക്കെ. ചുമട്ടുതൊഴിലാളികളെ നിയമിക്കുമ്പോൾ PSC വേണ്ട. അപ്പൊ ചുമട്ടുതൊഴിലാളിയാകാൻ വേണ്ടി അവിടെ ചെന്നു 50 കിലോഗ്രാമിന്റെ ചാക്ക് അല്ലെങ്കിൽ 100 കിലോഗ്രാമിന്റെ ചാക്ക് അവിടെ വെച്ചിരുന്നു. അത് പുറത്തെടുത്ത് അപ്പുറത്തേക്ക് മറിച്ചിടുന്നതാണ് ടെസ്റ്റ്. മനസ്സിലായില്ല? അതിന് 2 ദിവസം പരിശീലനമൊക്കെ നേടി പൊക്കോണം നടുവ് വെട്ടിയാൽ പിന്നെ നീ ചുമക്കേണ്ടി വരികയില്ല, അതോടൊപ്പം. അപ്പം ചെന്നു, മറിച്ചിട്ടു, നിയമിച്ചു. ഒരാഴ്ച കഴിഞ്ഞാൽ മിനിസ്റ്റീരിയൽ രംഗത്തേക്കോ
എഞ്ചിനീയറിംഗ് വേണ്ടവരെ ഒഴിച്ച്, കെമിസ്ട്രി ഡിഗ്രി വേണ്ടവരെ ഒഴിച്ച്, കെമിസ്ട്രി ഡിഗ്രിക്കാരനായാലും അങ്ങോട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ പ്രോസസ് എഞ്ചിനീയർ ആയിട്ടോ അതുമല്ലെങ്കിൽ ടെക്നീഷ്യനായിട്ടോ ഒക്കെ കയറിപ്പറ്റാൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം ചുമട്ടുതൊഴിലാളിയായി നിന്ന് കഴിയുമ്പോൾ മാനേജ്മെൻറ്റിന് പ്രീതി ഉണ്ടെന്ന് തോന്നിയാൽ ഇവനെ അവിടുന്ന് അങ്ങോട്ടങ്ങ് മാറ്റും. അങ്ങനെ കയറിപ്പറ്റാൻ എളുപ്പമാണ്. ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഏതെല്ലാം നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയാലും ഇതൊക്കെ ഉണ്ടാവും. ഞാനിരുന്നാലും നിങ്ങളിരുന്നാലും ഉണ്ടാവും. നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഈ ചർച്ച. മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മൾ മിടുക്കന്മാരും നല്ലവരും ബാക്കിയുള്ളവരൊക്കെ മോശവുമെന്നൊരു വിമർശനമല്ല ഞാൻ ഉന്നയിക്കുന്നത്. മനസ്സിലാവുമെന്നറിയില്ല. നിങ്ങളിത് കേട്ടിട്ട് പോയിട്ട് വിമർശനമായിട്ടായിരിക്കും ഉന്നയിക്കുന്നത്. അത് പൊള്ളിക്കരുതാഴിയാണ് എൻ്റെ ഭാഷയിൽ തന്നെ. പക്ഷെ ആ സമയത്തൊന്നും നമ്മൾ ചിന്തിക്കാത്തൊന്നുണ്ട്. എന്തിനായിരുന്നു ഇത്? വ്യാവസായിക വളർച്ച ആ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇതൊക്കെ തുടങ്ങിയത്. കർഷക ബാഹുല്യമുള്ള ഇന്ത്യയിൽ, കൃഷിക്ക് ഉപയുക്തമായ സ്ഥലമുള്ള ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി ലോകത്തിനാവശ്യമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റുള്ളതും കൊടുത്ത് സുസമ്പന്നമായ ഇന്ത്യയിൽ എന്തിന് പ്രകൃതിയെ നശിപ്പിക്കുന്ന പൊല്യൂഷൻ കൊണ്ടുവരുന്ന വ്യവസായങ്ങൾ തുടങ്ങി? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ വളരെ പ്രയാസമുണ്ട്. ലോകത്തെ ഏറ്റവും അത്യന്താപേക്ഷിതങ്ങളായിരിക്കുന്ന, ഒരിക്കലും സാച്ചുറേഷൻ വരില്ലാത്ത, ബാക്കിയെല്ലാം സാച്ചുറേഷൻ വരും. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം ലോകത്ത് സാച്ചുറേഷൻ ഉണ്ട്. കാറുകളൊക്കെ സാച്ചുറേറ്റഡ് ആണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇന്ന് വിഷമത്തിലാണ്. ഇപ്പൊ കാർ ഫാക്ടറി തുടങ്ങി. സാച്ചുറേഷനിലെത്തിയ ഈ തൊഴിലാളി എന്ത് ചെയ്യും? എല്ലാവരും കാർ ഫാക്ടറി തുടങ്ങിയിരിക്കുക. എത്ര കമ്പനി ഉണ്ട് ഇപ്പോൾ? എല്ലാത്തിൻ്റെയും മാർക്കറ്റ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും ആവണം. നമ്മുടെ സാമ്പത്തിക നയത്തിൻ്റെ പരാജയമാണ്. വളരെ ഉൾക്കാഴ്ചയുള്ള ആളുകൾ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്തിരുന്നു പണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ത്യ വ്യാവസായികമായല്ല ഒരു രാജാവിൻ്റെ കാലത്തും വികസിച്ചിരുന്നത്. വ്യാവസായിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ അന്നും ഉണ്ടാക്കിയിട്ടുണ്ട്, കൃഷിയുമായി ചേർന്ന് മാത്രം. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടേറെ സാധനങ്ങൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പട്ടു വ്യവസായവും തുണി വ്യവസായവും ഒക്കെ ലോകത്ത് ഏറ്റവും മാതൃകാപരമായിരുന്നു. അത് കൃഷിയിൽ നിന്നാണ് അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങൾ എടുക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ കൃഷിയും വികസിക്കുന്നുണ്ട്, അതിൽ നിന്നൊരു പ്രോഡക്റ്റും വെളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അത്ര കൃത്യനിഷ്ഠയുണ്ടായിരുന്ന സ്ഥലത്ത് കൃഷി സുലഭമായി നടക്കുമെന്നിരിക്കെ എന്തിനാണ് രാസവളങ്ങളും കീടനാശിനികളും കൊണ്ടുവന്നത്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനല്ല. അല്പം പോലും കൂടിയില്ല.
കണക്കുകൾ വെച്ച് പറഞ്ഞാൽ അല്പം പോലും കൂടിയില്ല എന്ന് തന്നെയല്ല, നിങ്ങളുടെ ജലസേചന പദ്ധതികളും രാസവള നിർമ്മാണശാലകളും പറയട്ടെ, രാസവള നിർമ്മാണശാലകളും കീടനാശിനികളും പിന്നെ ജലസേചന പദ്ധതികളും വന്നതോടുകൂടിയാണ് കേരളം കൃഷി ഇല്ലാതായത്. ബണ്ട് ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ കൃഷി ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അത് 2 or 3 കൃഷി ചെയ്യാനാണ് ബണ്ട് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ബണ്ട് ഉണ്ടാക്കിയതിനു ശേഷം കൃഷിയെ നടന്നിട്ടില്ല. അവിടെ ഉപ്പുവെള്ളം ഓരി കയറുമ്പോൾ മത്സ്യസമ്പത്ത് നശിക്കുന്നുവെന്നാണ് അന്ന് പറഞ്ഞു പരത്തിയത്. ഉപ്പുവെള്ളം കയറുമ്പോൾ കൃഷി നശിക്കുന്നുവെന്നാണ് അന്ന് പറഞ്ഞു പരത്തിയത്. ഉപ്പുവെള്ളം കയറുന്ന സമയത്ത് കൃഷി ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഉപ്പുവെള്ളം കയറി പോകുമ്പോൾ ഇന്ന് പ്രയോഗിക്കുന്ന കീടനാശിനികളെക്കാൾ ഫലപ്രദമായ വിധത്തിൽ കൊതുക് മുതലായ ജീവികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുവാൻ ഉപ്പുവെള്ളത്തിന് കഴിഞ്ഞിരുന്നു. പ്രകൃതിയെ ശുദ്ധീകരിക്കുന്നതിൽ ഈ ഉപ്പുവെള്ളം പ്രകൃത്യാ തന്നെ ലഭിച്ചിരുന്ന ഒരു സൗകര്യം പോയിരുന്നു. ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കടലിനേക്കാൾ താന്നു കിടക്കുന്ന എറണാകുളത്ത് ചാലുകളുണ്ട്. ആ ചാലുകൾ തുറന്നു വിട്ട് ഉപ്പുവെള്ളം അകത്തേക്ക് കയറ്റിവിട്ടു എന്ന് വന്നാൽ കൊതുക് നിർമ്മാർജ്ജനത്തിന് വേറെ 10 പൈസ മുടക്കണ്ട. അങ്ങനെ കൊതുക് പോയാൽ മരുന്നടിക്കാൻ നടക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാശ് പോവും, ജോലി പോവും. മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡസ്ട്രികൾ തകർന്നു പോവും. അതിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് ചീച്ചി വാങ്ങിക്കുന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും കോർപ്പറേഷൻ ആളുകളും രാഷ്ട്രീയക്കാരും തെണ്ടും. ഇല്ല, ഇടയ്ക്ക് ഉപ്പുവെള്ളം ആകെ വന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം. അതായത് പുതിയൊരു പ്രോജക്റ്റ് വന്നിരുന്നു, ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി. അത് നമ്മൾ വളരെ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കുടിവെള്ള പദ്ധതി വരുമ്പോൾ ഉപ്പുവെള്ളം എത്തുമെന്ന്. വെള്ളൂരെ ഒരു പ്രഭാഷണത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. നിങ്ങളത് കേട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഉപ്പുവെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. അത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഫലമായി വന്നതാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഇപ്പം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം പ്രകൃതിയുമായി ഇണങ്ങിപ്പോകാൻ പഠിച്ചവർക്കിതറിയാം. അവർ പ്രകൃതിയുമായി ഇണങ്ങിയാണ് കൃഷിയെ കൊണ്ടുപോയത്. അതിൻ്റെ ഒരു മാനോമീറ്റർ ഉണ്ട്. വരുന്ന 15-20 കൊല്ലത്തിനുള്ളിൽ അത് സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനീ പറയുന്നതൊക്കെ ഇന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ അല്പം സമാധാനത്തോടെ കേൾക്കും. 10 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞപ്പോൾ എതിർത്ത മാന്യന്മാർ പലരും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ശക്തമായി എതിർത്ത മാന്യന്മാർ പലരും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതിൽ ചിലരെങ്കിലും പോയി ഈ വഴിയിൽ ക്വാളിഫിക്കേഷനും നേടിയിട്ടുണ്ട്. കാരണം അന്ന് പറയുമ്പോൾ ഇത് അന്ധവിശ്വാസമാണെന്ന് ശക്തമായി വിശ്വസിക്കുകയും ചിലപ്പോഴൊക്കെ ഒരവസരം കിട്ടിയാലൊന്ന് ഏറ്റുമുട്ടാൻ ശ്രമിച്ചു നോക്കുകയും അത് കഴിഞ്ഞ് നിരാശരായി കൂട്ടത്തിലുള്ളവരോട് സ്വാമി ശബ്ദം കൊണ്ടാണ് നമ്മളെ ഒതുക്കുന്നത്, കാര്യം കൊണ്ടല്ല എന്ന് പറയുകയും ചെയ്തവർ വരെയുണ്ട്. ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങളിത് കേൾക്കുന്നതിനൊരു കാരണം, ഇന്ന് രാസവളവും കീടനാശിനിയും ഇല്ലാതെ രാസവളത്തിനും കീടനാശിനിക്കും പണം മുടക്കി കൃഷി ചെയ്തവരെക്കാൾ കൂടുതൽ
വരുമാനം IT കാർ പോലും ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായില്ല? പാടങ്ങളൊക്കെ പാട്ടത്തിനെടുത്ത് നല്ല പൈസ കൊടുത്ത്, കാരണം രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചുണ്ടാക്കിയ വാഴക്കൊലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലൊന്നും അത് ഉപയോഗിക്കാതെ ഉണ്ടാക്കിയാലോ ഇനി ഉപയോഗിച്ചുണ്ടാക്കിയാലോ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. 6 പടലയൊക്കെ ഏത്തക്കൊല ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ഏത്തവാഴയുടെ തരാൻ കഴിയുന്ന ശേഷിയുണ്ട്, അതിൻ്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്ന ശേഷി, അത് അത്രയും ഉണ്ടാവും. രാസവളം കണ്ടെത്തിയപ്പോൾ ഏത്തവാഴ പാളയംകുടം വാഴയുടെ മാതിരി 30-40 പടലക്കായ ഉണ്ടാക്കിയാൽ പറയാമായിരുന്നു. മനസ്സിലായില്ല? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പുണ്ടായിടത്തോളമൊക്കെ മുമ്പുണ്ടായപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിച്ച് കടമറിയാൻ തുടങ്ങി, നാക്കടപ്പ് രോഗം വന്നു, ഇതൊക്കെയാണ് ഉണ്ടായത്. മറ്റത് നാക്കടപ്പ് വന്നാൽ 2-3 വാഴയിലങ്ങ് നിൽക്കും, ചിലപ്പോൾ ഒരു തോട്ടം മുഴുവൻ പോകും. അതൊക്കെ കണ്ടു മനസ്സിലാക്കി ആളുകൾ സ്വയമേവ ഗവൺമെൻറ് രാസവളങ്ങളെയും കീടനാശിനികളെയും പ്രോത്സാഹിപ്പിച്ചു. ഏറ്റവും കൂടുതൽ രാസവളങ്ങളും കീടനാശിനികളും വേണ്ടി വാദിച്ച മാധ്യമങ്ങളാണ് കേരളത്തിൻ്റെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം. മനസ്സിലായി? സ്ഥിരമായി കൃഷിയെക്കുറിച്ചാണ് എഴുതിയിരുന്നത്. മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. കർഷക രാജാക്കന്മാരെ തെരഞ്ഞെടുത്തിരുന്നു. സമീപകാലത്ത് അവർ മാറിച്ചോട് വെച്ചു. വെച്ചത് ഗവൺമെൻറ് ലൈനിലാണ് ഇതുവരെ എഴുതി പോന്നതെങ്കിൽ ഇപ്പോൾ അവർ ജനപക്ഷമായി മാറുകയാണ്. ജനങ്ങൾ തിരിഞ്ഞാൽ തങ്ങളുടെ പത്രം ചെലവാകില്ല എന്നവർ മനസ്സിലാക്കി. മാധ്യമം ജനപക്ഷമാകാൻ തുടങ്ങിയപ്പോൾ അവിടെ ചില ബുദ്ധിമാന്മാരായ നിയമസഭാ സാമാജികന്മാർ ജനപക്ഷമാകാൻ തുടങ്ങി, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി. ആം ഐ റൈറ്റ്? അല്പം കൂടെ കഴിയുമ്പോൾ നമുക്കൊരു സംശയം വരും, ഈ രാസവള നിർമ്മാണശാലകളും കീടനാശിനികളും ഒക്കെ പിന്നെ ആരാണ് കൊണ്ടുവന്നത്? എനിക്ക് തോന്നുന്നത് ഒരു 25 വർഷം കഴിയുമ്പോൾ ഇതും ബ്രാഹ്മണനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തൊട്ട കുഴപ്പമെല്ലാം ബ്രാഹ്മണന്റെ തലയിലാണ്. അതെ, അങ്ങനെ ആക്കിയാലേ ഇതും തുലയ്ക്കാൻ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റ് ഇൻട്രോൾ കഴിഞ്ഞ് പോകാം. എതിരെ പറയാൻ ഗോകുല